ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സൺഡേ ആണ്, കഴിഞ്ഞ സൺഡേ ആണ്. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും ബുധനാഴ്ച ആണെന്ന് തോന്നുന്നത്. ഇത് വന്നിട്ട് ഞങ്ങളൊരു കസിൻ്റെ വെഡ്ഡിങ് ആയിരുന്നേ. അപ്പോൾ ലാമറാജ് കൊരട്ടി ലാമറാജിലായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പോർഷൻ നമ്മൾ ചെന്നതിന് ശേഷം എടുത്ത പോർഷൻ ജസ്റ്റ് ഇൻട്രോ പോർഷനായിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണി ഒക്കെ ആയിരുന്നു നമുക്ക് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുർബാനയും കാര്യങ്ങളും കേട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാളിലോട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പാലക്കൽ നിന്ന് തൊട്ടിപ്പാള് വന്നിട്ട് തൊട്ടിപ്പാള് അവിടെ അമ്മു വന്നിട്ടുണ്ടേ. അപ്പോൾ അവളെയും പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടിപ്പാള് വന്നിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാരി ഒന്നും മാറാണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവൾക്കും സാരി ഉടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരത്തെ തന്നെ തൊട്ടിപ്പാളിലോട്ട് പോയിട്ടോ. അപ്പോൾ തൊട്ടിപ്പാളാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് പോയത്. ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 5:45 ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. കാരണം കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ, കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ അറിയാമല്ലോ പെൺകുട്ടികൾ മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് മാറാനൊക്കെ നിന്ന് നമ്മളൊരു 1 മണിക്കൂർ 1 മണിക്കൂർ പ്രതീക്ഷിച്ച മിക്കതും ഒരു 2-3 മണിക്കൂറായി തീരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറച്ച് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ചിറ്റ് അടിച്ചിട്ടൊക്കെ പതുക്കെയാണ് ഡ്രസ്സൊക്കെ മാറിയത് കേട്ടോ. അപ്പോൾ എങ്ങാനും ഇങ്ങനെ നേരം വൈകി ചെല്ലുന്ന സമയത്ത് കിട്ടുന്നതാണ് നമ്മുടെ ഗേറ്റഡ. അപ്പോൾ നമുക്ക് ഒരു ഗേറ്റഡ കിട്ടി, നെല്ലായിൽ ഒരു ഗേറ്റഡ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കൊരട്ടിയിൽ നിന്ന് നമ്മൾ ലാമറാജിൻ്റെ ഒരു ടേണിങ് ഉണ്ടല്ലോ, കോൺവെൻറ്റ് റോഡ്, അങ്ങോട്ടൊന്ന് പാസ് ചെയ്യുമ്പോൾ വല്ലാത്ത ബ്ലോക്ക്. ഒരു 1-2 സെക്കൻഡ് നേരത്തേക്കൊക്കെ നമുക്ക് സിഗ്നൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇന്ന് ഈ സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. നമ്മുടെ മനസ്സമ്മതത്തിൻ്റെ അമ്മൂൻ്റെ മനസ്സമ്മതത്തിൻ്റെ സാരിയാണ്. ഞാൻ അന്ന് ഉടുത്ത് അങ്ങനെ വെച്ചതാണ്. അല്ല, ഒരു ഫംഗ്ഷനും കൂടെ ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഈ സൈഡ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ സാരി ഉടുക്കാമെന്ന് വിചാരിക്കുന്നത്. അമ്മു ആണെങ്കിൽ അവളുടെ സെക്കൻഡ് സാരി ഉണ്ടല്ലോ, നമ്മൾ ഓടിയല്ലാണ്ട് ഉടുക്കുന്ന സെക്കൻഡ് സാരി, അതങ്ങനെ ഉടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ അതാണ് അവൾ ഉടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സാരി നമ്മൾ മേടിച്ചത് തോന്നുന്നു എറണാകുളം ജയലക്ഷ്മി എന്നാണെന്ന് തോന്നുന്നു. ഒരു സാരി എനിക്ക് തോന്നുന്നു എംലോഫ്റ്റിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ ഷോപ്പിംഗ് തുടങ്ങി. ഓരോരോ സാരികളും ഓരോരോ കടകളിൽ നിന്നാണ് എടുത്ത്. എന്നാൽ എംലോഫ്റ്റ് ഉണ്ടല്ലോ ചങ്ങനാശ്ശേരി, അവിടെ നിന്ന് കുറച്ചധികം തന്നെ സാരികൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും അവിടെ നിന്ന് എടുത്ത് നല്ല മെറ്റീരിയൽ, നല്ല കാണാത്ത തരം ഡിസൈനൊക്കെ അവിടെ ഉണ്ടായിട്ട് നല്ലതാണ്. ഒരുപാട് പേര് ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണ് എംലോഫ്റ്റ് എങ്ങനെയുണ്ട്, അവിടുത്തെ മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഡിസൈൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ഇപ്പോഴും നമ്മളോട് മെസ്സേജ് അയച്ച് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയി അതിന് ഒട്ടും റിഗ്രറ്റ് ആവാത്തൊരു പ്ലേസാണ്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ എക്സ്പെൻസീവും കാര്യങ്ങളും ഓരോരുത്തരെ ഡിപ്പെൻസ് ചെയ്തിരിക്കും. ഏകദേശം ഒരു 18-15 മേലെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നാലും ഒരു ഷോപ്പ് വേറെ ആക്കിയതുകൊണ്ട് തന്നെ എല്ലാ റേറ്റിലും നമുക്കവിടെ സാരീസ് അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരി ഒരുപാട് ബ്രൈഡ്സിന് ഞാൻ ഉടുത്ത് കണ്ടിട്ടുണ്ട്. നമ്മളെ ബെട്രോതൽ ഫംഗ്ഷൻ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു പീസ് ഡിസൈൻ സാരി പല കളേഴ്സിലും റെഡ്, ഗ്രീന്, ബ്ലൂ ഒക്കെയാണ് അധികം കണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പീക്കോക്ക് ബ്ലൂ അങ്ങനെ ഒരു കളറിലോട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ്, അതായത് ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞു കുഞ്ഞു പോർഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു മേക്കപ്പ്, ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മേക്കപ്പ് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ ഫേസിൽ നിന്നും എൻ്റെ ഹെയർ അയേൺ ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു പുട്ടിയിട്ടതല്ല കേട്ടോ. എൻ്റെ ഫേസിൽ ഞാനിപ്പം ഈ ഒരു ചെറിയ ഫൗണ്ടേഷനും ചെറിയൊരു എനിക്ക് തോന്നുന്നു ലാക്മിയുടെ ഹൈലൈറ്ററോ ലൂമിനേറ്റിംഗ് ക്രീം എന്തോ ആണ് ഇട്ടത്. വേറെ ഞാൻ സെറ്റിംഗ് പൗഡർ അടിച്ചു. ജസ്റ്റ് മസ്കാര ഇട്ടില്ല. ഐലാഷ് ഒന്ന് കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഐ ഷാഡോ ഇട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് ചെറിയ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഹെയർ സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ലുക്കിലോട്ട് മാറി. എൻ്റെ ഹെയർ അങ്ങോട്ട് അയേൺ ചെയ്യുമ്പോൾ എൻ്റെ ഫേസേ തന്നെ മാറിപ്പോകട്ടോ. ഞാൻ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് എൻ്റെ ഫുൾ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ്, ഇനിയൊരു മാലയും കൂടി ഇട്ടിട്ട് മാലയുടെ കാര്യത്തിൽ ഭയങ്കര ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇസയ്ക്കും കൂടി കുറച്ച് ഹെയർ കെട്ടിയൊക്കെ കൊടുക്കണമായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ശരവടേന്നായിരുന്നു. കാരണം നന്നായിട്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, അമ്മു, അലക്സേട്ടൻ, ഇസ കുട്ടൂസായിരുന്നേ. പാപ്പച്ചനും അമ്മച്ചിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ചെല്ലുമ്പം ഫംഗ്ഷൻ തുടങ്ങുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ നേരത്തെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ പോയി കുറച്ചധികം സമയം ദൂരം ഉള്ളത് കൊണ്ട് ഒരു 1 hour 1.5 അവറൊക്കെ എടുക്കും കേട്ടോ കൊരട്ടിയിലോട്ട് ഞങ്ങളിവിടെ പാലക്കൽ നിന്നൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അലക്സാറിനാണെങ്കിൽ നേരം വയ്ക്കേണ്ട ഇത്തിരി ദേഷ്യത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ഫുഡ് കഴിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഞങ്ങൾ നല്ല അത്യാവശ്യം നല്ല ഹൈവേ ആയി കാരണം അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടൂസാണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. സ്പീഡിൽ പോകാം, അപ്പോൾ സ്പീഡിൽ പോയി 100 പോകുമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം 100 എത്തിച്ച് ഞങ്ങൾ അങ്ങനെ പോയിട്ടും പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ നെല്ലായി ആ ഹൈവേയിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പം നമുക്ക് അത്യാവശ്യം ബ്ലോക്കൊന്നും ഇല്ലാത്ത കാരണം വേഗം പോകാൻ പറ്റിയില്ല. കാരണം നെല്ലായി ആ ഒരു പാലത്തിൻ്റെ അവിടെ കുറച്ച് നേരം ട്രെയിൻ വന്ന കാരണം ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്കായി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ പെൺകുട്ടിയുടെ സ്ഥലം വരുന്നത് പേരാമ്പ്രയാണ് കേട്ടോ. പേരാമ്പ്രയിലാണ് കസിൻ്റെ വീട്. അപ്പോൾ ചെക്കൻ്റെ വീടാണ് കേട്ടോ. ചെക്കൻ്റെ വീട് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഫംഗ്ഷനായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണം എന്ന് പറയുന്നത്. കണ്ടോ ഗൈസ്, കുട്ടൂസ് പറഞ്ഞ് 100 എത്തിച്ചതാണ്, 80 അങ്ങനെ പോകാറുള്ളൂ. അപ്പോൾ കുട്ടൂസിനാണെങ്കിൽ ഇങ്ങനെ കാർ ഓടിക്കുക, ഡ്രൈവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഭയങ്കര ക്രേസാണ്. വലുതാവുമ്പോൾ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ അങ്ങനെ ലാംറാജിൽ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ മെയിൻ പരിപാടി ഫുഡ് അടി ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടറും കാര്യങ്ങളും ജ്യൂസുകളും മൊജിറ്റോസ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്ത് രാത്രി ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വയറുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ജ്യൂസ് വെള്ളം ദാഹം നന്നായിട്ട്, ഇപ്പോൾ എന്താ ചൂടല്ലേ, വെള്ളം ദാഹം നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെന്ന് കഴിച്ച് ഇപ്പോൾ പരിപാടിക്ക് നമ്മൾ ചെല്ലുന്നേ ഉള്ളൂ. അതെ, ഇപ്പോൾ അവിടെ എന്താ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പം നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനെ അല്ലറ ചില ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സെൽഫി ഫോട്ടോ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളും ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. പിന്നെന്താ ഇസയ്ക്ക് പിന്നെ ഇവിടെ ഹാൾ അടിപൊളി ഹാളാണ് കേട്ടോ. നമ്മുടെ ലാംറാജ് ഹാള് അടിപൊളി ഹാളാണ്. നമുക്ക് ഇരിക്കാനായാലും എല്ലാത്തിനും നല്ല ഫോട്ടോ സ്പേസ് ഉള്ളതാണ്. ഒരുപാട് ട്രീ കണ്ടോ, അതുപോലെ അവിടെ ഇവിടേക്കായിട്ട് ഓരോ ട്രീകളുള്ള കാരണം നമുക്ക് ഫോട്ടോ സെക്ഷൻ എടുക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളുടെ സെൽഫി കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിൽ നമുക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വീഡിയോ കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നമ്മൾ വീഡിയോ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പെൺകുട്ടി ജാഷിത ഫാമിലിയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ സ്ക്രീനിൽ അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമുള്ള കലാപരിപാടികളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചേതക്കിൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് വന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ കുട്ടൂസ്. കാരണം അവൻ്റെ വണ്ടിയാണെന്നുള്ള ഇതിലാന്ന് തോന്നുന്നു ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരുന്നില്ല ആ ഒരു ഭാവത്തിലാണ് അവൻ്റെ ഇരിപ്പ്. ഇത് ഞങ്ങളാണ് ഗൈസ്. ഞാനും അമ്മും കൂടി ആ സെൽഫി കോർണറിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ ജ്യൂസും സ്റ്റാർട്ടറും കഴിച്ച് ഇമോച്ചിട്ട് ഞങ്ങൾ കണ്ടില്ല ഗൈസ്. ഇത് ഐസയാണ് കണ്ടുപിടിച്ചത്. ഒരു കോർണറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടൂസ് അതൊന്നും പോരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ സംഭവം ഇതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും മാറി മാറി സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ സ്റ്റേജിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ഗൂഗിൾ സ്കാൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കുട്ടൂസും ഇസയും അലക്സാറിനും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളുടെ എന്താ പറയുക എവിടെ പോയാലും നമ്മൾ ചെയ്യുന്നതാണല്ലോ. ഇതാണ് നമ്മൾ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിക്കുട്ടി അഞ്ചിത കേട്ടോ. അപ്പോൾ ഞങ്ങൾ തത്തമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഫുഡിൻ്റെ ഭാഗത്തേക്ക് ഒന്നും പോയപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുത്തില്ല ഗൈസ്. കാരണം എല്ലാം അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫോണിൽ ഓൾമോസ്റ്റ് ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് രാത്രി ഏകദേശം ഒരു 10 മണി 10:30 ആയപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.